എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്കിതിൽ കുറേ കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. എന്തായാലും നിങ്ങൾക്കത് ഉപകാരപ്പെടും തീർച്ചയാണ്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. നമ്മളെപ്പോഴും ഒരു വശത്തോട്ട് മാത്രം നോക്കിയിരുന്നാൽ നമുക്കാണെങ്കിൽ ബോറടിക്കത്തില്ലേ? അവിടെ കാണാൻ സുന്ദരമായ കാഴ്ചകളുണ്ടെങ്കിലോ എന്നാൽ ബോറടിക്കത്തില്ലേ അല്ലേ? എനിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. എപ്പോഴും ഒരു വശത്തോട്ട് മാത്രം നോക്കിയിരുന്നാൽ ബോറടിക്കും. പക്ഷെ കാണാൻ ഭയങ്കരമായിട്ട് എന്തൊക്കെയോ സംഭവങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ ബോറടിക്കത്തില്ല. പിന്നെ എന്തിനാണ് അങ്ങോട്ട് മാത്രം നോക്കിയിരിക്കുന്നത്? നമുക്ക് ചുറ്റും നോക്കിക്കൂടെ? അപ്പോൾ എന്തെല്ലാം സുന്ദരമായ കാഴ്ചകളുണ്ട്. അത് വിട്ടിട്ട് നമ്മൾ വെറുതെ ഒരിടത്തോട്ട് മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്തിരിക്കുന്നത് എന്തിനാ? ഞാൻ എന്താണ് പറയുന്നതെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? എനിക്ക് വട്ടെന്നാണോ? ഇല്ല കേട്ടോ. നമ്മൾ ജീവിതത്തിൽ ഒരു ഭാഗം മാത്രം നമ്മൾ ചിന്തിച്ചുകൊണ്ടും അങ്ങോട്ട് മാത്രം നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് നമുക്ക് ദുഃഖവും സങ്കടവും ഒക്കെ ഉണ്ടാകുന്നത്. അവിടെ അത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ ചുറ്റും ഒന്ന് നോക്കിക്കേ. അപ്പോഴാണെങ്കിൽ എന്ത് സന്തോഷമുള്ള കാര്യങ്ങളും ഒരുപാട് മനുഷ്യരെയൊക്കെ നമുക്കറിയാൻ പറ്റുമല്ലേ. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് പറഞ്ഞു തരാം കേട്ടോ. എൻ്റെ ജീവിതം ഇങ്ങനെ തന്നെയാണ്. എന്തെന്ന് പറഞ്ഞാൽ ഞാനാണെങ്കിൽ ഒരു 18 വയസ്സിൽ കല്യാണം കഴിച്ചു. അതിലാണെങ്കിൽ ഒരു കുഞ്ഞുണ്ടായി. ഒരു വർഷം ആണ് ഞാൻ സംഭവം നമ്മുടെ ഫാമിലി എന്ന് പറഞ്ഞിട്ട് താമസിച്ചത്. പക്ഷേ അതിലൊരു കുഞ്ഞുണ്ടായി. കുഞ്ഞിന് വെറും 7 ദിവസം മാത്രം പ്രായം ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് എൻ്റെ ജീവിതമെല്ലാം ഒരു പരുവായി കേട്ടോ. 19 വയസ്സായപ്പോഴത്തേക്ക് ആകെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡെലിവറി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് 7 ദിവസം പ്രായമായ ഒരു പെൺകുഞ്ഞു മാത്രമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ആണ്. എൻ്റെ കയ്യിലുണ്ടായിരുന്നത് വെറും 7 ദിവസം പ്രായമായ ഒരു പെൺകുഞ്ഞു മാത്രമാണ് കേട്ടോ. ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ അവിടുന്ന് ഒട്ടും തളർന്നില്ല എന്നല്ല, പക്ഷേ തളർന്നിട്ടുണ്ടായിരുന്നു. ഇനി എങ്ങോട്ട് പോവും, എന്ത് ചെയ്യും? 19 വയസ്സായ ഞാൻ, ഒരു പെൺകുഞ്ഞ്, എൻ്റെ അമ്മയും ഞാനും ഈ കുഞ്ഞും മാത്രം ഹോസ്പിറ്റലിൽ. അവിടുന്ന് വെറും 7 ദിവസമായ കുഞ്ഞിനെയും കൊണ്ട് ഞാനിങ്ങ് പോന്നു കേട്ടോ എൻ്റെ വീട്ടിലോട്ട്. പിന്നെ ആരും നമ്മളെ ശ്രദ്ധിച്ചിട്ടില്ല, തിരിഞ്ഞു നോക്കിയിട്ടില്ല, ആരുമില്ല. അങ്ങനെ നമ്മൾ ഈ 7 ദിവസം പ്രായമായ കുഞ്ഞിനെയും വെച്ച് ഇങ്ങനെ ജീവിക്കുക. അങ്ങനെ ജീവിച്ചിട്ട് അവൾക്കൊരു 10 വയസ്സായപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. വേറൊന്നും കൊണ്ടല്ല കേട്ടോ. എൻ്റെ വീട്ടുകാർ എന്നെ നല്ലവണ്ണം നോക്കിയിരുന്നു. പക്ഷേ നമ്മളെപ്പോഴും അവരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ലല്ലോ. നമ്മളെ സ്വന്തം കാലിൽ നിൽക്കണം. ഞാൻ എൻ്റെ സ്വന്തം കാലിൽ 6 മാസം, കുഞ്ഞിന് 6 മാസം ആയപ്പോഴേ ഞാൻ എൻ്റെ സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങി. അതിനുശേഷം ഞാൻ കുഞ്ഞിന് 10 വയസ്സായപ്പോഴത്തേക്ക് അവൾക്ക് തന്നെത്താൻ സ്കൂളിൽ നിന്ന് വരാം, അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാനാണെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് മാറി നമ്മൾ പ്രത്യേകം താമസിക്കാൻ തുടങ്ങി. എന്നിട്ടും എൻ്റെ വീട്ടുകാരുടെ സപ്പോർട്ടും എൻ്റെ അനിയൻ അവരൊക്കെ എന്നെ സപ്പോർട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ സുഖത്തോടെയും സന്തോഷത്തോടെയും ഒക്കെ ഇങ്ങനെ ജീവിച്ച് ഇങ്ങനെ വന്ന് ഇപ്പോൾ ആ പെൺകുഞ്ഞിന് 20 വയസ്സും ആ അമ്മയ്ക്ക് 39 വയസ്സുമായി. നമ്മുടെ ജീവിതത്തിൽ ഞാൻ അങ്ങോട്ട് മാത്രം ആ സങ്കടത്തിലോട്ട് മാത്രം ഫോക്കസ് ചെയ്തിരുന്നിരുന്നെങ്കിൽ എനിക്കിതൊക്കെ കാണാൻ സാധിക്കുമായിരുന്നു. ഈ ലോകത്തിലെ സന്തോഷകരമായ ഈ സംഭവങ്ങളൊക്കെ എനിക്ക് കാണാൻ സാധിക്കില്ലായിരുന്നു. കാരണം ഞാൻ ആത്മഹത്യയിലേക്കോ വേറെ ഏതെങ്കിലുമൊക്കെ വഴിയിലേക്ക് ഞാൻ പോയേനെ. പക്ഷേ അതൊന്നും ആ ദുഃഖം ഇങ്ങനെ അത് മാത്രം ഫോക്കസ് ചെയ്യാത്തത് കൊണ്ട്, അതിനിടയ്ക്കുള്ള കാര്യങ്ങളും കൂടെ ഞാനിങ്ങനെ ഫോക്കസ് ചെയ്തതുകൊണ്ട് എനിക്ക് ജീവിതത്തിൽ എനിക്ക് ഒന്നും സംഭവിച്ചില്ല. ഇതിനിടയ്ക്ക് ഞാൻ ഒരുപാടൊക്കെ അനുഭവിച്ചു കേട്ടോ. നമ്മൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കുമ്പോഴൊക്കെയുള്ള ആ കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അനുഭവിച്ചു. അതൊക്കെ പറഞ്ഞാൽ ഒരു വീഡിയോ തന്നെ ചെയ്യേണ്ടി വരും. അങ്ങനെ നമ്മളിങ്ങനെ ഇപ്പോൾ സുഖത്തോടെയും സന്തോഷത്തോടെയും ഒക്കെ ജീവിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഒരിടത്ത് മാത്രം നോക്കിയിരുന്നാൽ നമ്മൾ ആത്മഹത്യയിലോട്ട് പോകേണ്ടി വരും കേട്ടോ. അതിനേക്കാളും നമ്മൾ ഇനിയും നമുക്ക് കാഴ്ചകൾ കാണാനുണ്ട്. എന്തിനാ നമ്മളെ ദ്രോഹിച്ചവർ അനുഭവിക്കുന്നത് നമുക്ക് കാണണ്ടേ? അത് നമുക്ക് ദൈവം എന്ന് പറഞ്ഞൊരു ശക്തി ഉണ്ടെങ്കിൽ അത് നമുക്ക് കാണിച്ചു തരാതൊന്നും ഇരിക്കത്തില്ല. അത് ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി, എന്നെ ദ്രോഹിച്ചവരെ ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി ഞാൻ കാണുന്നുണ്ട് കേട്ടോ. അവരനുഭവിക്കുന്നത് അത് ഞാൻ കാണുന്നുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷമല്ല കേട്ടോ. പക്ഷേ ദൈവം അത് കൊടുക്കുമ്പോൾ നമുക്ക് തടയാൻ നമ്മളാളല്ലല്ലോ. അത് അവരുടെ കർമ്മത്തിൻ്റെ ഫലം. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളാരും
ഒരു വശത്തോട്ട് മാത്രം നോക്കിയിരുന്ന് വെറുതെ നിങ്ങളുടെ സമയവും നിങ്ങളുടെ ചിന്തയും നിങ്ങളുടെ മൈൻഡും വെറുതെ ഇങ്ങനെ ആത്മഹത്യയിലോട്ട് കൊണ്ടുപോകാതെ നമ്മൾ ധൈര്യപൂർവ്വം പിന്നെ ഒരു കാര്യമുള്ളത് നമ്മൾ അച്ഛനെയും അമ്മയും മാക്സിമം നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തിലായി വന്നു കഴിഞ്ഞാൽ അവരെ ഡിപ്പെൻഡ് ചെയ്ത് പോവാതെ അവരെ ബുദ്ധിമുട്ടിപ്പിക്കാതെ നമ്മൾ തന്നെത്താൻ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ജീവിക്കുക കേട്ടോ. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കേട്ടു. ആർക്കെങ്കിലും അല്പം എന്തെങ്കിലും ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ വളരെ സന്തോഷം. അടുത്ത് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ രാത്രിയാണെങ്കിൽ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വന്നിട്ട് അവിടെ ഷോപ്പിനടുത്തല്ല കുറച്ച് ദൂരെ പന്നി ഇറച്ചിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് കറി വെച്ച പന്നി ഇറച്ചി. അപ്പോൾ അതും വാങ്ങി അവിടുന്ന് ദോശയും വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നു. അതെല്ലാം കഴിച്ചതിന് ശേഷം മാങ്ങ വീട്ടിലുണ്ടായിരുന്നേ. അതാണെങ്കിൽ എനിക്ക് നാളെ വരെ വച്ചിരിക്കാൻ ക്ഷമയില്ലാത്തത് കൊണ്ട് മാങ്ങാപ്പഴം അത് ഞാൻ അരിഞ്ഞ് കഴിക്കുവാണ്. ഇത് നമ്മുടെ ഷോപ്പിനടുത്തുള്ള ഒരു അമ്മുമ്മ തന്നതാണ് കേട്ടോ. അവർക്കാണെങ്കിൽ അവിടെ നല്ല വരിക്ക മാങ്ങ അതുണ്ട്. അവർ അടർത്തതല്ല, അവർ പിന്നെ മാവോടെ വേറൊരാൾക്ക് വിറ്റു. അവരാണെങ്കിൽ അടർത്തപ്പോഴത്തേക്കാണെങ്കിൽ ഇവർക്ക് വീട്ടുകാർക്കും കൊടുക്കുമല്ലോ, കുറേ പച്ച മാങ്ങ കൊടുക്കും. അപ്പോഴാണെങ്കിൽ അവിടെ അമ്മുമ്മ വെച്ച് പഴുപ്പിച്ചിട്ട് നമുക്കും കൂടെ തന്നതാണ് കേട്ടോ. എല്ലാ വർഷവും തരാറുണ്ട്. ഞാൻ പിന്നെ ഇത് കഴിഞ്ഞ് തന്നാലും ഞാൻ പിന്നെയും വാങ്ങിക്കാറുണ്ട് കേട്ടോ. എനിക്ക് മാങ്ങയെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ സീസണൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ മാങ്ങയൊക്കെ വാങ്ങിക്കാറുണ്ട്. മാങ്ങ, ചക്ക ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങളാണ്. അപ്പോൾ കിച്ചുവും ഞാനും കൂടെ രാത്രി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം എന്തൊക്കെയോ ഇരുന്ന് പറഞ്ഞ് ഇങ്ങനെ അരിഞ്ഞ് കഴിക്കുവാണ് കേട്ടോ. ഞാനാണെങ്കിൽ വീട്ടിലിരിക്കുന്ന ആ ഒരു രീതിക്ക് ഇരുന്ന് അരിയുന്നതാണ്. ആരും ഒന്നും വിചാരിക്കരുത്. ഞാൻ ഇങ്ങനെയാണ് കാല് നീട്ടിയിട്ട്, എനിക്ക് കാലൊക്കെ ഭയങ്കര വേദനയായതുകൊണ്ട് ഞാനിങ്ങനെ കാലൊക്കെ നീട്ടിയിട്ട് ഇങ്ങനെ അരിയുന്നതാണ്. ഇനി അതിന് ആരും നെഗറ്റീവ് പറയരുത്. അപ്പോൾ കിച്ചുവും പറഞ്ഞു എനിക്ക് രാത്രി മാങ്ങ വേണം അമ്മ ഒന്ന് അരി എന്ന് പറഞ്ഞു. അവൾക്കും മാങ്ങ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടോ. അപ്പം മാങ്ങാപ്പഴമൊക്കെ നമ്മൾ അരിഞ്ഞ് കുറേശ്ശെ അരിഞ്ഞ് പാത്രത്തിലൊക്കെ ആക്കുവാണ്. മാങ്ങ അണ്ടി എന്ന് പറയുന്നത് എനിക്ക് പണ്ടേ വീക്ക്നെസ് ഉള്ള കാര്യമാണ്. അതാണെങ്കിൽ പണ്ട് മാങ്ങ അരിയുമ്പോഴത്തേക്ക് ഞാൻ പറയും മാങ്ങ എനിക്ക് വേണ്ട, അതിൻ്റെ മാങ്ങ അണ്ടി മതിയെന്ന് പറയും. എന്നിട്ട് മന്ദബുദ്ധിയായ ഞാൻ മാങ്ങ കഴിക്കാതെ മാങ്ങ അവരെല്ലാം കഴിക്കും, മാങ്ങയുടെ അണ്ടിയാണെങ്കിൽ ഞാൻ കഴിക്കും കേട്ടോ. എനിക്കാണെങ്കിൽ എന്തോ അത് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം നമ്മൾ അരിഞ്ഞ് സെറ്റാക്കി രാത്രി തന്നെ കഴിക്കാമെന്നുള്ള ആ ഏർപ്പാടിൽ നമ്മൾ അരിഞ്ഞ് സെറ്റാക്കി. പിന്നെ 2-3 ആണെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് കൊടുത്തു കേട്ടോ. എൻ്റെ അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ വാങ്ങി കൊടുക്കാറുണ്ട്. അമ്മയ്ക്കാണെങ്കിൽ മാങ്ങ എന്നൊക്കെ പറയുന്ന സംഭവം ഭയങ്കര ഇഷ്ടമാണ്. വേറെ എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട, എനിക്കൊന്നും വേണ്ട, ബേക്കറി സാധനം കഴിക്കത്തില്ല. പിന്നെ കഴിക്കുന്നതാണെങ്കിൽ നിങ്ങൾ കണ്ടല്ലോ ഒരു വീഡിയോയിൽ ഞാൻ അമ്മയ്ക്കാണെങ്കിൽ വാഴയ്ക്കാപ്പം നമ്മൾ തിരുവനന്തപുരത്ത് വാഴയ്ക്കാപ്പം എന്ന് പറയും, ചിലയിടത്ത് പഴംപൊരി എന്നൊക്കെ പറയും. പിന്നെ വാഴയ്ക്ക റോസ്റ്റ്, അകത്ത് അവിലൊക്കെ നിറച്ച അങ്ങനെയുള്ള വാഴയ്ക്ക റോസ്റ്റ്, അതൊക്കെ അമ്മയ്ക്ക് ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ ബേക്കറി സാധനങ്ങളോ വേറെ എന്ത് സംഭവങ്ങളായാലും അമ്മയ്ക്ക് ഇഷ്ടമില്ല. പിന്നെ ഡ്രസ്സുകളിലാണെങ്കിൽ നൈറ്റി വാങ്ങിക്കൊണ്ട് കൊടുത്താൽ അമ്മ ഇടാറുണ്ട്. അങ്ങനെയൊക്കെയാണ് അമ്മയുടെ കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അരിഞ്ഞ് സെറ്റാക്കി കിച്ചുവിന് ഒരു കഷ്ണം കൊടുത്തു. ബാക്കിയാണെങ്കിൽ മാങ്ങ അണ്ടിയും മാങ്ങയും ഒക്കെ ഞാൻ കഴിക്കുവാണ്. അപ്പോൾ കിച്ചുവിൻ്റെ കൂടെ ഇനി വേണമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് കിച്ചു പറയുകയാണ് വേണം, എനിക്കിനിയും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ചെറുതായിട്ടൊരു പുളിപ്പുള്ളതുപോലെ തോന്നുന്നു. അപ്പോൾ അവൾ പറഞ്ഞു ഇല്ല പുളിപ്പൊന്നുമില്ല. പക്ഷേ എനിക്കെന്തോ കേട്ടോ അത് കഴിച്ചപ്പോഴത്തേക്ക് ചെറിയൊരു പുളിപ്പ് പോലെയൊക്കെ തോന്നി. കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര ഒരു മധുരമുള്ളതായിട്ട് തോന്നിയില്ല. പിന്നെ അവരാണെങ്കിൽ മാങ്ങ നന്നായിട്ട് വിളയുന്നതിന് മുൻപേ അവർ വന്ന് അടത്ത് കേട്ടോ. അത് പിഞ്ച് അങ്ങനെ നല്ല വിളഞ്ഞ മാങ്ങയല്ല, നല്ല പിഞ്ച് മാങ്ങയായിരുന്നു. അപ്പോഴാണെങ്കിൽ ആ മാങ്ങ അത് വിളയാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു, ഒരു രുചി വ്യത്യാസം എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇനിയാണെങ്കിൽ മാങ്ങ ഇത് ഫസ്റ്റിലത്തെ ഇതാണ്. ഇനി മാങ്ങ അങ്ങോട്ട് ഇഷ്ടം പോലെയൊക്കെ കാണും, അപ്പോഴും വാങ്ങാമെന്ന് വിചാരിച്ച് നല്ല വിളഞ്ഞ മാങ്ങയൊക്കെ കാണും. അപ്പോൾ ഇതാണെങ്കിൽ പിറ്റന്നത്തെ വിശേഷമാണ് കേട്ടോ. ഞാനും അമ്മയും അച്ഛനും കൂടെ എൻ്റെ വല്യമ്മയുടെ വീട്ടിൽ പോവുകയാണ്. അമ്മയുടെ ചേച്ചിയുടെ വീട്ടിൽ പോവുകയാണ്. അമ്മയുടെ ചേച്ചിയുടെ ഭർത്താവിൻ്റെ കണ്ണിൽ പിന്നെ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ട് എന്തോ ജോലിക്ക് പോയപ്പോഴത്തേക്ക് അതിൻ്റെ കണ്ണിലാണെങ്കിൽ ആണി ഇങ്ങനെ അടിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ കണ്ണിൻ്റെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പോവാൻ നിൽക്കുവാണ്. അച്ഛനാണെങ്കിൽ പെണ്ണുങ്ങളെക്കാളും ഭയങ്കര ഒരുക്കമാണ്. അച്ഛൻ വീട്ടിൽ നിന്ന് ഒരുങ്ങി നിൽക്കുകയാണ്. അതുകൊണ്ട് അച്ഛൻ വന്നതിന് ശേഷം പിന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചു.
അങ്ങനെ ഞാനും അമ്മയും എൻ്റെ വണ്ടിയിൽ വന്നു. അച്ഛൻ പറഞ്ഞു ബസ്സിലോ മറ്റോ അച്ഛൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനാണെങ്കിൽ ഇങ്ങനെ വല്യമ്മയുടെ വീട്ടിൽ വന്നേ. അവിടെ വല്യമ്മയുടെ മോൻ്റെ മക്കളാണ് രണ്ടുപേരും. ഞാൻ പറയുകയാണ് ഇങ്ങനെ ടിങ് 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 എന്നാക്ക്, ഇങ്ങനെ തല വെച്ച് ടിങ് 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 എന്നാക്ക്. അവർ രണ്ടുപേരും തല വെച്ച് ടിങ് 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 എന്നാക്കുകയാണ്. മറ്റവനാണെങ്കിൽ കുഞ്ഞാവേ എന്ന് ഞാൻ കിടന്ന് വിളിച്ചിട്ട് കുഞ്ഞു എന്ന് വിളിച്ചിട്ട് അവനാണെങ്കിൽ അങ്ങ് ടി വിയിൽ ലയിച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു എടാ ഒന്ന് ഇങ്ങോട്ട് നോക്കടാ, നോക്കിയിട്ട് ടിങ് 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 എന്നാക്കടാ എന്ന് പറഞ്ഞു. മറ്റവനാണെങ്കിൽ എന്തിനും തയ്യാറെന്നുള്ള മട്ടിലാണ് അവൻ ആക്കുന്നത്. അപ്പോൾ വലിയച്ഛനാണെങ്കിൽ ഇനി ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു, ഇനി അടുത്തൊരു ഓപ്പറേഷൻ കൂടെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ വലിയച്ഛനാണെങ്കിൽ നേരത്തെ കുറച്ച് ദിവസം മുൻപേ ആണെങ്കിൽ ഈ മഞ്ഞ നോവെന്നൊക്കെ പറയില്ലേ, അതൊക്കെ വന്നിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ അസുഖം വന്നത്. അങ്ങനെ അവർ വീട്ടിലാണെങ്കിൽ നിറയെ മാങ്ങയൊക്കെ തിന്നേ. അപ്പം നമ്മൾ പോയതിൻ്റെ അന്ന് മാങ്ങ അടക്കുന്ന ദിവസമായിരുന്നു കേട്ടോ. അങ്ങനെ വലിയച്ഛനാണെങ്കിൽ ഒരു കവറിൽ മാങ്ങയൊക്കെ കെട്ടിച്ചത്. അമ്മ പറഞ്ഞു ഇത്രയൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയേ